അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, ഇംസോഫനിൻ്റെ വർണ്ണാഭമായ വേദിയിൽ ഞാൻ നിങ്ങളോടൊരു കൊച്ചു കഥ പറയാം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. എൻ്റെ കഥയുടെ പേര് ഉറുമ്പിൻ്റെ വിരുന്ന്. പണ്ട് പണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം എന്ന ഒരു പ്രവാചകൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. എല്ലാ ജീവികളുടെയും പക്ഷികളുടെയും ഭാഷ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. ഒരു ദിവസം സുലൈമാൻ നബി അലൈഹിസ്സലാം തൻ്റെ വലിയ സൈന്യവുമായി യാത്ര ചെയ്യുകയായിരുന്നു. ആ സൈന്യത്തിൽ മനുഷ്യരും ജിന്നുകളും പക്ഷികളും മൃഗങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യമായിരുന്നു അത്. അവർ ഒരു താഴ്വരയിലൂടെ പോകുമ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു ഉറുമ്പ് സംസാരിക്കുന്നത് കേട്ടു. ഉറുമ്പ് മറ്റുറുമ്പുകളോട് ഇങ്ങനെ പറയുകയായിരുന്നു: വേഗം വേഗം, സുലൈമാൻ നബിയും സൈന്യവും ഇങ്ങോട്ട് വരുന്നുണ്ട്. അവർ അറിയാതെ നമ്മെ ചവിട്ടിപ്പോകാതിരിക്കാൻ വേഗം നമ്മുടെ മാളങ്ങളിലേക്ക് പ്രവേശിക്കൂ. സുലൈമാൻ നബി അലൈഹിസ്സലാം ഇത് കേട്ട് ചിരിച്ചുപോയി. അദ്ദേഹം ഉറുമ്പിനെ വിളിച്ചു ചോദിച്ചു: എന്തിനാണ് കൂട്ടുകാരൻ ഇത്ര ധൃതി കാണിക്കുന്നത്? ഞാനൊരു പ്രവാചകനല്ലേ, ഞാൻ ആരെയും ദ്രോഹിക്കുകയില്ല. അപ്പോൾ ഉറുമ്പ് വിനയത്തോടെ പറഞ്ഞു: നബിയെ, എന്നെയും എൻ്റെ കൂട്ടുകാരെയും അങ്ങ് ചവിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ ഭയം അതല്ല. അങ്ങയുടെ സൈന്യത്തിൻ്റെ വലുപ്പം കാണുമ്പോൾ ഞങ്ങൾ ഉറുമ്പുകൾക്ക് അഹങ്കാരം തോന്നും. ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യത്തെ കണ്ടിട്ടുള്ളവർ ഞങ്ങളാണ് എന്ന് അഹങ്കാരം വരുമ്പോൾ അല്ലാഹു തആലയെ ഓർക്കാതെ പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ വേഗം മാളങ്ങളിലേക്ക് പോകുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാം ഉറുമ്പിൻ്റെ മറുപടി കേട്ട് അത്ഭുതപ്പെട്ടു പോയി. തൻ്റെ സൈന്യത്തെക്കുറിച്ചുള്ള ചിന്തയേക്കാൾ വലുത് അഹങ്കാരമില്ലാതിരിക്കുക എന്നതാണല്ലോ ഈ ചെറിയ ജീവി ഓർമ്മിപ്പിച്ചത്. വിനയം ഞങ്ങൾ എത്ര വലുതായാലും എന്തു നേടിയാലും അഹങ്കരിക്കാൻ പാടില്ല. ഈ ചെറിയ ഉറുമ്പ് പോലെ എപ്പോഴും വിനയമുള്ളവരായിരിക്കണം. നമ്മൾ ഒരു ജീവിയെയും വേദനിപ്പിക്കരുത്. നിങ്ങൾക്ക് എൻ്റെ കൊച്ചുകഥ ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും ഞാൻ എൻ്റെ കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.